സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കൊന്നും പങ്കെടുക്കാറില്ല. ഈ പാർട്ടിയുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധവുമില്ല. ഞാനൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു നിയോഗമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് രണ്ട് വാക്ക് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞ കാര്യം തന്നെ 1987 കെ മധു സംവിധാനം ചെയ്ത 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ അതിൽ മുഖ്യ കഥാപാത്രമായ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ്, 5 ഡയലോഗുണ്ട്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ്. 1987 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2025 മോഹൻലാലിൻ്റെ തന്നെ എമ്പുരാൻ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മോഹൻലാലിൻ്റെ 5 ഡയലോഗ് നാർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ് എന്ന്. 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ ഒരു സാമൂഹ്യ വിപത്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളോ കർക്കശമായ നടപടിക്രമങ്ങളോ ഒന്നും നമ്മുടെ സമൂഹത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പല പത്ര വാർത്തകളൊക്കെ ഇതിന് ക്യാരിയേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്യുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ഉന്നതന്മാരൊക്കെ നിയമം നൽകുന്ന പഴുത് അതിൻ്റെ പിന്നിലൊക്കെ ഒളിച്ചു കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നത്, ഇതിനൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ വീടുകളിലാണ് ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നടക്കേണ്ടത്. സ്വന്തം അപ്പനോ അമ്മയും തീരുമാനിക്കണം, എൻ്റെ മകനോ മകളോ ഈ ഒരു ചതിക്കുഴിയിൽ വീഴാനായിട്ടുള്ള സാഹചര്യങ്ങൾക്കെതിരെ ഞാൻ എൻ്റെ മകനെയും മകളെയും ഞാൻ ബോധവൽക്കരിക്കുക എന്നുള്ള ആ ഒരു നടപടിക്രമത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറണം. അതല്ലാതെ നമ്മൾ വേറെ എന്തൊക്കെ ക്യാമ്പയിനൊക്കെ നടത്തിയാലും ഒരു കുടുംബത്തിൽ ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഈ സമൂഹത്തിൽ നമുക്ക് ഇതിനെ തുടച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വലിയൊരു ക്യാമ്പയിനുമായിട്ട് ലഹരിക്കെതിരെ, രാസലഹരിക്കെതിരെ ഒരു ക്യാമ്പയിനുമായിട്ട് ഇവർ വരുമ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ്. അതിൽ ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ നാട്ടുകാരും പങ്കുചേർന്നുകൊണ്ട് നമ്മളുടെ ഈ സമൂഹത്തിലെ പുതിയ തലമുറയെ അവർ യാതൊരു വിധത്തിലും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും അവർ വളരരുത്, അവരെ ഇങ്ങനെ മയക്കി കെടുത്തണമെന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിൽ സമൂഹത്തിലെ കുറേ ആളുകളുടെ വലിയൊരു ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ലൊരു ബോധ്യങ്ങളുള്ള ഒരു തലമുറ ഈ സമൂഹത്തിൽ ഉണ്ടാകരുത്. അതിനെതിരെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു പടപ്പുറപ്പാട്, ഈ ഒരു സംരംഭം ധാരാളം സമൂഹത്തിൽ ഈ ഒരു വിപത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിട്ട് മാറട്ടെ. ഈ പരിപാടി നടത്തുന്നവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. വളരെ തിരക്കുള്ള ഒരു ദിവസമാണ് അച്ഛന്. ഇവിടെ പള്ളിയിൽ മെയ് 1-ാം തീയതി ഔസേപ്പ് പിതാവിൻ്റെ നേർച്ച സദ്യ നടക്കുന്ന ദിവസമാണ്. ഇവിടെ നിന്ന് കുർബാന ആരംഭിക്കണം. എന്നാലും അച്ഛൻ നമുക്ക് വേണ്ടി ഈ ലഹരി വിരുദ്ധ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. താങ്ക് യു ഫാദർ.